ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഓഗസ്റ്റ് മാസം 6-ാം തീയതി പരിശുദ്ധ സഭയെ സംബന്ധിച്ച് മറുരൂപ പെരുന്നാളായിട്ട് ആചരിക്കുകയാണ്. നമുക്കെയും സാധാരണഗതിയിൽ കൂടാര പെരുന്നാൾ എന്നാണ് ഈ പെരുന്നാളിനെ വിശേഷിപ്പിക്കാറ്. അതിലും ഏറ്റവും യുക്തമായിട്ടുള്ള ഉചിതമായിട്ടുള്ള പേരാണ് മറുരൂപ പെരുന്നാൾ, തേജസ്കരണ പെരുന്നാൾ അല്ലെങ്കിൽ മഹത്വീകരണ പെരുന്നാൾ എന്നുള്ളത്. നമുക്കൊക്കെയും അറിവുള്ളതുപോലെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തിൻ്റെയും മഹത്വത്തിലുള്ള രണ്ടാമത്തെ വരവിൻ്റെയും സൂചകമായിട്ട് പിതാക്കന്മാർ ഈ പെരുന്നാളിനെ വിശേഷിപ്പിക്കാറുണ്ട്. മത്തായി എഴുതിയ സുവിശേഷം 17-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വേദഭാഗത്തും, മർക്കോസ് എഴുതിയ സുവിശേഷം 9-ാം അധ്യായം 2 മുതൽ 8 വരെയുള്ള വേദഭാഗത്തും, ലൂക്കോസ് എഴുതിയ സുവിശേഷം 9-ാം അധ്യായം 28 മുതൽ 36 വരെയുള്ള വേദഭാഗത്തും കർത്താവിൻ്റെ ഈ മറുരൂപ സംഭവത്തെ പറ്റി വിവരിക്കുന്നുണ്ട്. കർത്താവ് തൻ്റെ ശിഷ്യന്മാരോടൊപ്പം, പ്രത്യേകിച്ചും പത്രോസ്, യാക്കോബ്, യോഹന്നാൻ എന്നിവരോടൊപ്പം താബോർ മലയിൽ എത്തിച്ചേരുകയാണ്. അവിടെ വെച്ച് കർത്താവിന് രൂപാന്തരം ഉണ്ടാകുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. വേദഭാഗത്തൊക്കെയും വിവരിക്കുന്നുണ്ട്. അവൻ്റെ മുഖം സൂര്യനെ പോലെ ശോഭിച്ചു, അവൻ്റെ വസ്ത്രം വെളിച്ചം പോലെ വെണ്മയുള്ളതായി തീർന്നു എന്ന്. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷത്തിൽ പ്രത്യേകമായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്, ഭൂമിയിലെ ഒരു അലക്കുകാരനും വെളുപ്പിക്കുവാൻ കഴിയാത്ത വണ്ണം അവൻ്റെ വസ്ത്രം വെണ്മയായി തീർന്നു എന്ന്. ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ കർത്താവിനോട് ചേർന്ന് നിൽക്കുന്നതായിട്ടുള്ള മോശയോടും ഏലിയാവിനോടും കർത്താവ് അല്ലെങ്കിൽ അവർ തമ്മിൽ എന്താണ് സംഭാഷണം നടക്കുന്നത് എന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് എടുത്തു പറയുന്നുണ്ട്. യെരുശലേമിൽ കർത്താവിന് സംഭവിക്കാനുള്ള നിര്യാണത്തെ പറ്റിയാണ് അവരുടെ സംഭാഷണം നീളുന്നത് എന്നുള്ളത്. നമുക്കൊക്കെയും അറിവുള്ളതുപോലെ മോശ ദൈവത്തിൻ്റെ സ്നേഹിതനായി ദൈവത്തെ മുഖാമുഖം കണ്ടതായിട്ടുള്ള ദൈവത്തിൻ്റെ ദാസൻ ആയിരുന്നു. പുറപ്പാട് പുസ്തകം 34-ാം അധ്യായം 28-ാം വാക്യത്തിൽ മോശ ഭക്ഷണം കഴിക്കാതെയും വെള്ളം കുടിക്കാതെയും 40 രാവും 40 പകലും യഹോവയോട് കൂടെ ആയിരുന്നു എന്ന് പറയുന്നുണ്ട്. പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി വന്ന മോശയുടെ മുഖത്തിൻ്റെ ത്വക്ക് പ്രകാശിച്ചു എന്ന് പുറപ്പാട് 34-29 നമ്മൾ വായിക്കുന്നുണ്ട്. മോവാബ് ദേശത്ത് വെച്ച് മരിച്ച് അടക്കപ്പെട്ടതായിട്ടുള്ള മോശയാണ് കർത്താവിനോടൊപ്പം നിൽക്കുന്ന ഒരാൾ. രണ്ടാമതായിട്ട്